ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് വിശ്വാസം. പണ്ട് ഈഴഴത്തെക്ക് കരയിലെ ചെമ്പോലൽ കുടുംബനാഥനും സുഹൃത്തുക്കളും കൊയ്പ്പള്ളി കാരാമ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയി. അവിടുത്തെ കരപ്രമാണിമാർ അവരെ അപമാനിച്ചു. ദുഃഖിതരായി മടങ്ങിയെത്തിയ അവർ ചെട്ടികുളങ്ങരയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച അവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തി ഭജനം പാർത്തു. 12-ാം ദിവസം ദേവി അവർക്ക് സ്വപ്നത്തിൽ ദർശനമേകി. വെളിച്ചപ്പാട് തുള്ളിയിറഞ്ഞ് ചെട്ടികുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടാകുമെന്ന് അരുളി ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി കരിപ്പുഴത്തോട്ടിലെ കടവിനക്കരെ വൃദ്ധയായ സ്ത്രീ തോണിക്കായി കാത്തു നിൽക്കുകയാണ്. വള്ളക്കാരൻ വൃദ്ധയായ സ്ത്രീയെ ഇക്കരെ എത്തിച്ചു. അമ്മ എങ്ങോട്ട് പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ചെട്ടികുളങ്ങരയ്ക്കാണെന്ന് മറുപടി നൽകി. ആ വൃദ്ധ വഴിയരികിലെ ആഞ്ഞിലി ചൂട്ടിൽ വിശ്രമിച്ചു. അടുത്ത ദിവസം ചെട്ടികുളങ്ങര ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ബ്രാഹ്മണ ഗൃഹത്തിൽ മേച്ചിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കെ അപരിചിതയായ ഒരു സ്ത്രീ ഉച്ചഭക്ഷണ സമയത്തെത്തി കഞ്ഞിയും മുതിരപ്പിഴക്കും വാങ്ങി കഴിച്ച ശേഷം അപ്രത്യക്ഷയായി. തുടർന്ന് ജ്യോത്സ്യരെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു. ഇക്കണ്ടതെല്ലാം ദേവി ആഗമനത്തിന്റെ സൂചനകളാണെന്ന് മനസ്സിലാക്കി നാട്ടുകാർ ഒത്തുചേർന്ന് ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം.